അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടുത്ത് ഞാനൊരു കഥ കേൾക്കാനിടയായി. ഒരു ഉമ്മ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. വലിയ രണ്ട് ഭാണ്ഡക്കെട്ടുകൾ ഉമ്മയുടെ കൂടെയുണ്ട്. ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഉമ്മയുടെ ബാഗ് മുഖേന പല തവണ പ്രയാസം അനുഭവിക്കപ്പെടുന്നുണ്ട്. തൊട്ടടുത്ത് യാത്ര ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുന്നത്? വളരെ പുഞ്ചിരിയോടുകൂടെ പറയുന്നുണ്ട്, 3 സ്റ്റോപ്പുകൾക്ക് അപ്പുറം ഇറങ്ങാനിരിക്കുന്ന ഞാൻ കേവലം ഈ ബസ് യാത്രയിൽ കണ്ടുമുട്ടിയ ആ ഉമ്മയെ എന്തിനാണ് പ്രയാസപ്പെടുത്തുന്നത്? കേവലം 3 സ്റ്റോപ്പുകൾക്ക് അപ്പുറമുള്ള നമ്മൾ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം ദുനിയാവിൽ വളരെ കുറഞ്ഞ നാളുകൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നവരാകരുത്. തൊട്ട് അയൽവക്കത്തുള്ളവരെ പ്രയാസപ്പെടുത്തിയുള്ള നമ്മുടെ ജീവിതം ദുനിയാവിൽ നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല. കാരണം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി, മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തി, സന്തോഷിപ്പിച്ച് റബ്ബിന്റെ തൃപ്തി നേടാൻ വേണ്ടി ദുനിയാവിലേക്ക് കടന്നു വന്ന നമ്മൾ അവരന്റെ കണ്ണുനീരിന് ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം വളരെ മോശമാണ്. എല്ലാവരെയും ചിരിപ്പിച്ച് ലോകത്തേക്ക് കടന്നു വന്ന നമ്മൾ മറ്റുള്ളവരാൽ കരയപ്പെടുന്ന അവസ്ഥയിൽ ഈ ഭൂമിയിൽ നിന്നും മടങ്ങേണ്ടവർ, കേവലം തുച്ഛമായ സമയത്ത് ജീവിക്കുന്നവർ എന്തിനാണ് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത്?